നോക്കാം. കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. സസ്പെൻഷനെതിരെ രജിസ്ട്രാർ അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അറിയിക്കേണ്ട നിലപാട് തീരുമാനിക്കാനാണ് യോഗം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് വിസിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് യോഗം വിളിച്ചത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടും. എന്നാൽ വിസി ഇത് അംഗീകരിക്കാൻ ഇടയില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഗുഡ് മോർണിംഗ്. അസാധാരണമായ ഒരു യോഗം, ഞായറാഴ്ച ദിവസം ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. അത് നാളെ കോടതിയിൽ എന്ത് പറയും എന്നതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വിസിക്ക് വേണമെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാമെന്നും രജിസ്ട്രാർ എന്താണ് ഭാരതാംബ എങ്ങനെയാണ് മതചിഹ്നമാവുന്നതെന്നും തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് കോടതിയിൽ നിന്ന്. അപ്പോൾ ഇന്ന് ഇടത് അംഗങ്ങളുടെ ഈ യോഗത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? രാവിലെ 11 മണിക്കാണ് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് ചേരുക. വലിയ പോലീസ് സുരക്ഷയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി. സിസ തോമസിന് പകരം ചുമതല നൽകിയ ദിവസം മുതൽ സിസ തോമസ് കോളേജിലേക്ക് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സുരക്ഷ ഇന്നും അതുപോലെ തന്നെ തുടരും. ആ അതീവ സുരക്ഷയ്ക്കിടയിലായിരിക്കും ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത് എന്നാണ് ഇന്നലെ വൈസ് ചാൻസലർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ ലെറ്ററിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സിസ തോമസിനെതിരായി വലിയ പ്രതിഷേധമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളുടെ നിലപാടെന്നുള്ള കാര്യം ഉറപ്പായും എല്ലാവർക്കും അറിയാവുന്നതാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറാകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഗവർണർ പങ്കെടുത്ത പരിപാടിയിലെ വീഴ്ചയുടെ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രാർ അനിൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവുണ്ടായത്. അതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധം. രാജ്ഭവനിലേക്കും ഗവർണറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇടതനുകൂല യുവജന സംഘടനകൾ അടക്കം വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് രാവിലെ 11 മണിക്ക് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡാൻ വലിയ പ്രതിഷേധമാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യത്തിൽ അതിലേക്കൊരു പ്രത്യേക ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ടോ? സമീപകാലത്തൊന്നും അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് വസ്തുത. കാരണം ഈ ഗവർണർ സർക്കാർ പോര് പോലെ തന്നെ ഈ SFI അതോടൊപ്പം തന്നെ ഇടതനുകൂല സംഘടനകൾ, ജീവനക്കാരുടെ സംഘടനകൾ അവർക്ക് എതിർദിശയിൽ വൈസ് ചാൻസലർ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അത് ആ ഒരു നിലപാടിൽ ആരും മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല. വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം വൈസ് ചാൻസലർ നടപടികളെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയപ്പോഴുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ രജിസ്ട്രാറെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് വൈസ് ചാൻസലർ ഉത്തരവിടുന്ന സാഹചര്യമുണ്ടായത്. അതാണ് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഗവർണർക്കെതിരെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യാത്രാ പരിപാടികളിലടക്കം പോലീസിന്റെ സുരക്ഷ അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകണമെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി, അതായത് രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ ഇന്ന് വൈസ് ചാൻസലർ തയ്യാറാകണം. പക്ഷേ അതിനുള്ള സാധ്യത നന്നേ കുറവാണ്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അവർ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ഇടപെടലാകും ഇനി ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അസാധാരണമായ ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഇടതാംഗങ്ങളുടെ ആവശ്യപ്രകാരം വിളിച്ചുകൂട്ടിയ യോഗം 11 മണിയോടെ 11:30 ആരംഭിക്കും. ഇനി